ഞാനെന്ന് ഇറങ്ങട്ടെ ഗീതേച്ചി. അറിയാലോ, ഗീതേച്ചിനെ വിശ്വസിച്ച ഞാൻ പോകുന്നേ. ഇതുവരെ പൊന്നമ്പിളി എന്റെ അടുത്തുനിന്ന് മാറി നിന്നിട്ടില്ല. എന്റെ പൊന്ന് കാർത്തികേ, നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം. ഇവിടെ 2 മാസത്തെ കാര്യല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് നിന്റെ ഡെലിവറി ഒക്കെ കഴിയില്ലേ. കുഞ്ഞ് നിന്റെ കൂടെ നിന്നാൽ നിനക്ക് ബുദ്ധിമുട്ടാകും. ഇവിടെ വെക്കേഷനും കൂടി ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ട്. ഒരു പ്രശ്നവും. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ശരി മക്കളെ, എന്നാ ആന്റി പോയിട്ട് വരാട്ടോ. നോക്കിയമ്മ, അച്ഛമ്മ വരുന്നു. ആ സരസ്വതി ആന്റി, എന്നെ ഓർമ്മയുണ്ടോ? ഇത് കാർത്തികയല്ലേ, ഗീതയുടെ ആന്റിയുടെ മോളല്ലേ? അതേമ്മ, എന്റെ ആന്റിയുടെ മോള. അവളുടെ ഡെലിവറി അടുത്ത മാസം. മൂത്ത കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിക്കാൻ വന്നതാ. അവളെ പിരിഞ്ഞു നിന്നിട്ടില്ല. ഞാനാവുമ്പോ കുഴപ്പമില്ല. അവൾ എന്നോട് ഇണങ്ങിക്കോളൂ. എന്റെ പൊന്നു, ഈ മൂത്ത കൊച്ചിന് എന്ത് പ്രായമുണ്ട്? അത് ചെറുതാണല്ലോ ആന്റി. അവക്ക് 1.25 വയസ്സായി. 1.25 വയസ്സോ? എന്റെ പൊന്നുമോളെ, ഇവിടെ തന്നെ 3-4 പിള്ളേരുണ്ട്, തലതെറിച്ച പിള്ളേര്. അതുങ്ങളുടെ ഇടയിൽ കൂടി 1.25 വയസ്സുള്ള കൊച്ചും കൂടി വന്ന എന്താകും അവസ്ഥ? അതുമല്ല, മോൾ ഇതെന്താ ഇങ്ങനെയൊക്കെ കാണിച്ചേ? മൂത്ത കുട്ടിക്ക് 1.25 വയസ്സുള്ളപ്പോഴാണോ 2ാമത്തെ പ്രസവം? അതിനാര് നോക്കും? അത് ആന്റി, ഹസ്ബൻഡ് ഗൾഫിലാ, ലീവ് കിട്ടിയില്ല. യുദ്ധമൊക്കെ അല്ലേ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഇപ്പൊ വന്നേനെ. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ വിളിച്ചിട്ട് അവള് വന്നത്. ഞാൻ നോക്കിക്കോളാം. അമ്മ ബുദ്ധിമുട്ടണ്ട. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്കെന്ത് ബുദ്ധിമുട്ട്? അല്ല, മോള് പോകാൻ നിൽക്കുവാണ്. എങ്ങനെയാ പോകുന്നേ? അത് ആന്റി, ഡ്രൈവറെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവരും വണ്ടി. ഗീത ചേച്ചി, എന്നാ ഞാൻ പൊക്കോട്ടെ? കാർത്തിക് ആന്റി, ധൈര്യമായിട്ട് പോയിട്ട് വാ. ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? ആന്റി ധൈര്യമായിട്ട് പോയിക്കോ. നീ വിഷമിക്കണ്ട, നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ശരി, എന്നാ ഞാൻ ഇറങ്ങുന്നേ. പിന്നെ എന്റെ പൊന്നു മോളെ, നോക്ക് ശ്വാസം കിട്ടുന്നുണ്ടോ? കുറച്ചെങ്കിലും ലൂസായിട്ടുള്ള ഉടുപ്പൊക്കെ ഇട്ടൂടെ? എന്റെ ദൈവമേ, അമ്മ ഒന്നും മിണ്ടാതിരിക്കാതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഈ ഇഷ്ടം കൊള്ളാം. അയ്യോ അയ്യോ, കരയില് കരയില്ലേട്ടോ. അമ്മ ഇപ്പൊ വരൂട്ടോ. എന്നതാടി പെങ്കൊച്ച നിന്റെ പേര്? പൊന്നമ്പിളി. പൊന്നമ്പിളി. ഓ എന്റെ ദൈവമേ, ആ വെക്കേഷൻ ആയപ്പോ ലല്ലിമോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോയപ്പോ എന്തായിരുന്നു? ഇവിടെ സമയമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതിന് നോക്കാൻ നിനക്ക് ഒരു കുഴപ്പമില്ലേടി ഗീതേ? ലല്ലിമോളെ കൊണ്ടുവരേണ്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മേ. ഇല്ലാത്ത കാര്യം പറയരുത്. നീ പറഞ്ഞില്ല, പക്ഷെ നിന്റെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ നിന്റെ ആന്റിയുടെ മക്കളെയൊക്കെ വെക്കേഷൻ ഇവിടെ കൊണ്ടുവരാമെങ്കിലേ എന്റെ മോളുടെ കൊച്ചു ലല്ലിമോളെ ഞാനിവിടെ കൊണ്ടുവരും. ഞാൻ ഫോൺ ചെയ്യട്ടെ, നാളെ തന്നെ ഞാൻ വിളിക്കുന്നുണ്ട് ലല്ലിമോളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ. ഓ ലല്ലിമോള് ലല്ലിമോള്, അവള് വന്നാൽ ഞങ്ങൾക്ക് വാങ്ങിയ എല്ലാ സാധനങ്ങളും എടുക്കും അമ്മേ. അവളെ കൊണ്ടുവരണ്ടെന്ന് പറയമ്മേ. എന്റെ പൊന്നു മക്കള്, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ലല്ലിമോളുടെ അമ്മയുടെ വീടല്ലേ ഇത്? അവക്ക് ഇവിടെ വന്ന് നിൽക്കണ്ടേ? നിങ്ങൾ അകത്തോട്ട് വാ. ദേ, ഈ പൊന്നമ്പിളി കരയണേ മുമ്പേ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കളിപ്പിച്ച് മനസ്സ് മാറ്റണം. ഈ അമ്മ, ഈ ലല്ലിമോള് വന്ന് എന്ത് ചെയ്യും? പണിയോ? എന്ത് പണിയാടാ? ഓ, ഇത് ഒറ്റക്ക് പിടിക്കാനും പറ്റുന്നില്ലല്ലോ. ഗീതേ ഗീതേ, ഓ എന്തൊരു കന. ഗീതേ. നീ വന്നോ? അമ്മയോ? അമ്മ എപ്പ എത്തി? ഞാൻ ഉച്ചക്ക് വന്നു മോനെ. അല്ല, നീ ഇവിടെ കിടന്ന് ഗീത ഗീത എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അവക്ക് വരാനൊന്നും സമയമില്ല. ഇവിടത്തെ പുള്ളങ്ങളെ കൂടാതെ അവളെ അവളുടെ ആന്റിയുടെ മോള് കാർത്തികയില്ലേ, അവളുടെ മോളെയും കൂടി ഇവിടെ കൊണ്ടുവരിപ്പിച്ചിട്ടുണ്ട്. പൊന്നമ്പിളിന്നോ മിന്നമ്പിളിന്നോ എന്തൊക്കെയോ പേര് പറഞ്ഞു. ആ കാർത്തിക വന്നല്ലേ? എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ. അവക്ക് സുഖമില്ലല്ലോ. അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഗൾഫിലല്ലേ, ലീവും കിട്ടിയില്ല. ഈ കുട്ടീനെ അവക്ക് നോക്കാൻ വയ്യ. 8 മാസമായില്ലേ, അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ആ കുട്ടിക്കും കൂടി വേണ്ടിയിട്ടാ ഞാൻ ഇപ്പൊ ഈ സ്ലൈഡ് വാങ്ങിയേ. എന്റെ മാധവ, ഈ സ്ലൈഡ് നീ ഇപ്പൊ പുതിയത് വാങ്ങിയതാണോ? അതെ അമ്മേ. ഇത് കണ്ടാൽ തന്നെ അറിയാലോ നല്ല വിലയുണ്ടെന്ന്. ആ പൊന്നമ്പിളിക്ക് വേണ്ടിയിട്ടാണോ നീ ഇത് വാങ്ങിയത്? അതിനും കളിക്കാം. പിന്നെ ഇവിടെയും കുട്ടികളുണ്ടല്ലോ അമ്മേ. വെക്കേഷൻ അല്ലേ, എല്ലാ വെക്കേഷനും ഞാൻ എന്തെങ്കിലും ടോയ് വാങ്ങിച്ചു കൊടുക്കുന്നതാ. ഇന്നിപ്പോ ഒന്നും വാങ്ങിയില്ലല്ലോ എന്നോർത്ത് വാങ്ങിയതാ. പിന്നെ വെക്കേഷൻ തീരാറായപ്പോഴാണ് അവരൊരു ടോയ്. എനിക്ക് മനസ്സിലായടാ, ആ കാർത്തൂന്റെ മോള് വന്നതുകൊണ്ട് മാത്രം നീ ഇത് വാങ്ങിയതാ. അല്ല, ഇതിന് എന്തായി വില? അധികം വിലയൊന്നും ഇല്ല അമ്മേ, 3500. എന്റെ ദൈവമേ, 3500 രൂപ! ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവനാണെങ്കിൽ ആ ഗീതയുടെ വാക്കും കേട്ട് അവരുടെ വീട്ടുകാർക്ക് വേണ്ടി കാശും ചെലവായിക്കൊണ്ടിരിക്കുക. എന്റെ പൊന്നമ്മേ, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി വാങ്ങിയതാ. ആ കുട്ടിക്ക് 1.25 വയസ്സല്ലേ ഉള്ളൂ. അതിൽ എന്ത് കളിക്കാനാ? ഞാൻ എന്റെ കുണുക്കിനും കുണിക്കൊക്കെ വേണ്ടി വാങ്ങിയതാ. പിന്നെ ആ കുട്ടിക്ക് കയറാം, അത്രേ ഉള്ളൂ. കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് അല്ലേടാ? എടാ, നീ ലല്ലിമോൾക്കൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അവള് നാളെ ഇങ്ങോട്ട് വരാനിരിക്കുക. നീ എന്തായാലും ലല്ലിമോൾക്ക് മേടിച്ചതാണെന്ന് അവരോട് പറഞ്ഞാൽ മതി. അവള് പോകുമ്പോ നമുക്കൊരു ലോറി വിളിച്ചത് കൊടുത്ത് വിടാലോ. അയ്യോ അമ്മേ, അത് കുണുക്കനും കുണിക്കൊന്നും സമ്മതിക്കില്ല. ലല്ലിക്ക് വേണമെങ്കിൽ വേറൊരിക്കലും മേടിച്ചു കൊടുക്കാം. ഇതെന്തായാലും ഇപ്പൊ കൊടുക്കണ്ട. ഓ, അവന് ലല്ലിമോക്ക് കൊടുക്കാനാണ് കുഴപ്പം. അവന്റെ ഭാര്യയുടെ ബന്ധുവിന്റെ മോക്ക് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. മാധവൻചേട്ട സാധനം കിട്ടിയോ? നോക്ക് ഗീത, ഇത് എങ്ങനെയുണ്ട്? ആ കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്. ഇത് മതി. ഇനിയിപ്പോ ഒരാഴ്ച ഇതിനകത്ത് ആയിക്കോളും കളി. അല്ല, പൊന്നമ്പിളി എവിടെ ഗീതേ? പൊന്നമ്പിളി ഇവിടെ നല്ല കളിയാ. നീതോ നിത്യം കുണുക്കനെ കുണിക്ക് എല്ലാവർക്കും സന്തോഷായി. എല്ലാവരുടെയും നടിക്കുന്ന ഭയങ്കര കളിയാ. അമ്മേനെ ചോദിക്കുന്നേ ഇല്ല. അത് നന്നായി. എന്തായാലും 1 മാസം ഇവിടെ നിൽക്കേണ്ടതല്ലേ. നീ സ്ലൈഡ് ഒന്ന് പിടിക്ക്, നമുക്ക് അകത്തേക്ക് കയറ്റിയിടാം. ഇതിപ്പോ എവിടെ ഇടാനാ?
എന്റെ പൊന്നു മാധവ, ഈ സ്ലൈഡും പിടിച്ചോണ്ട് നീ എങ്ങോട്ടാണ് പെരക്കാത്തിട്ട് എന്നെ തലക്ക് വെളിവ് തരൂല പിള്ളേര്. ഇത് മുറ്റത്തെങ്ങാനും ഇട്, അവളമാർ ഇവിടെ വന്ന് കളിച്ചോളും. അമ്മ രാത്രി ആകുമ്പോൾ ഇടിവിട്ട് മഴയാണ്, മഴയത്ത് കിടന്ന് ശരിയാവില്ല. നമുക്ക് ഹാളിലിടാം, അതാകുമ്പോൾ നമ്മുടെ കണ്ണെത്തും. ഇതിപ്പോ മുറ്റത്ത് വന്ന് കുട്ടികൾ കളിച്ചാൽ നമുക്ക് സമാധാനമായിട്ട് അകത്തിരിക്കാൻ പറ്റുമോ? അത് നേരാ, നമുക്ക് ഹാളിൽ കൊണ്ടുപോയിടാം. ഓ എന്നാ എന്തെങ്കിലും ചെയ്യും, തലക്ക് വെളിവ് കിട്ടൂല ഇനി. മക്കളെ അയ്യോ അച്ഛന് സർപ്രൈസ് ആയല്ലോ. പൊന്നമ്പിളി പൊന്നമ്പിളി. കൊള്ളാം, ആ കൊച്ചിനെ കൊഞ്ഞനെ കുത്തുന്നു. മക്കളെ, വെക്കേഷൻ ഇനി അച്ഛനൊന്നും വാങ്ങിച്ചു തന്നില്ല എന്ന് പരാതി പറയരുത്. ഇത് നിങ്ങൾക്ക് വേണ്ടിട്ട് സ്ലൈഡ് വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഓ ഇത് അടിപൊളിയാണല്ലോ അച്ഛാ. അതിന് ഇവിടെ ആകെ കുണുക്കനും മാത്രം സ്ലൈഡിൽ കയറാം. നിങ്ങൾ എങ്ങനെ കയറാൻ വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് തന്നെ മക്കളെ 2 ദിവസം കളിച്ചോ. ലല്ലിമോള് വരുന്നുണ്ട്, പോകുമ്പോ അവക്ക് കൊടുത്തു വിടാനുള്ളതാണിത്. ആണോ അമ്മ, ഇത് ലല്ലിക്കാണോ? ആദ്യത്തെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാടി അമ്മേനോട് ചോദിക്കണേ? ആണോ അച്ഛാ? അമ്മ ഒന്ന് വെറുതെ ഇരുന്ന് കുട്ടികളെ വിഷമിപ്പിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടുത്തെ കുട്ടികൾക്ക് വാങ്ങിയതാ. ലല്ലി ഇവിടെ വരുമ്പോ കളിച്ചോട്ടെ. ശരി മക്കളെ, നിങ്ങൾക്കുള്ളത് തന്നെയാ. നിങ്ങൾ തല്ലു പിടിക്കല്ലേ കേട്ടോ, കളിച്ചോ. പിന്നെ ഈ പൊന്നമ്പിളി അറിയാലോ, അവള് കുഞ്ഞാണ്, അവളെ ഒറ്റയ്ക്ക് കയറ്റരുത് കേട്ടോ. നീതുമോളെ നീ അവിടെ പോയി നിൽക്കേ, ഇവരെല്ലാരും കയറുമ്പോ നീ സൂക്ഷിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റമ്മേ. എന്നാ ഞങ്ങൾ അകത്ത് കുറച്ച് പണിയുണ്ട്, പോയിട്ട് വരാം. അല്ല അമ്മ വരുന്നില്ലേ? ഞാൻ ഇവിടെ നിന്നോളാം. അമ്മ ഇവിടെ നിന്നാ ശരിയാകൂല, വെറുതെ കുട്ടികളോട് തല്ലു പിടിക്കും. അമ്മ ഇങ്ങോട്ട് വന്നേ. അമ്മയുടെ ഒരു കാര്യം, മക്കളെ കളിച്ചോ, അറിയാലോ, തല്ലുപിടിക്കാതെ കളിക്കണം കേട്ടോ. എല്ലാവരും കേട്ടല്ലോ, അച്ഛനും അമ്മ എന്നെ ഏൽപ്പിച്ചേക്കണേ. ഞാൻ ഇവിടെ നിന്നോളാം, ഓരോരുത്തരായിട്ട് വന്ന് കയറിക്കോ. ഇതുപോലെ ആദ്യം നമുക്ക് പൊന്നമ്പിളിനെ കയറ്റാം. അത് വേണോ ചേച്ചി? വേണം, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, നീ താഴെ നിന്നാ മതി. പിടിച്ച് പിടിച്ചിറക്കാം, നല്ല രസമായിരിക്കും. അയ്യോ ഇവിടെ ചേച്ചി കണ്ടോ, അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നണേ. എടി ഞാൻ താഴത്തോട്ട് ഇറക്കട്ടെ, നീ അവിടെ ഉണ്ടാവില്ലേ? ചേച്ചി ധൈര്യമായിട്ട് വിട്ടോ, ഞാനിവിടെ നിൽക്കുന്നുണ്ട്. അയ്യോ പൊന്നമ്മടി വീഴുവോ? വീഴത്തൊന്നുമില്ല, പേടിപ്പിക്കല്ലേ കുണുക്ക. പൊന്നമ്പിളി ചേച്ചി മെല്ലെ ഇങ്ങോട്ട് ഇറക്ക്. ഇങ്ങ് വാ മെടുക്കി. നല്ല സുന്ദരി കുട്ടിയായിട്ട് സ്ലൈഡ് ഇറങ്ങിയല്ലോ. ഇനി കുണുക്കനും കുണുക്കിയൊക്കെ കയറിക്കോ, എന്നിട്ട് വേണം ചേച്ചിമാർക്ക് കയറാൻ. ഇതെന്താടി കുണുക്കി, നീ ഒഴുകുന്നോ? ഇനി ഞാൻ കയറാൻ പോകുക. എടി നീ ഇതുപോലെ നിനക്ക് കയറണോ? കയറണോന്നുണ്ട്, പൊന്നമ്പിളി കയ്യിരിക്കുമല്ലേ. എന്നാ ഞാൻ കയറിയിട്ട് പൊന്നമ്പിളിനെ എടുക്കാട്ടോ. ഇത് കഴിഞ്ഞില്ലേ കുട്ടികളെ? ഈ അച്ചാമ്മയോ കുണിക്കും കുണുക്കനും പൊന്നമ്പിളിയൊക്കെ കയറിയതേ ഉള്ളൂ. ഇനി ഞങ്ങൾക്കും കൂടി കയറാനുണ്ട്. ഞങ്ങൾക്കും കൂടി കയറാനുണ്ട്. പിള്ളേരെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ്. നീ ഇത് ഇതിന് കയറാൻ നിൽക്കണ്ട. ഓ വലിയ പെൺപിള്ളേര്, നാണയില്ലല്ലോ നിനക്കൊക്കെ. ഞങ്ങൾ എന്തിനാ നാണിക്കണേ? ഇത് വീട്ടിൽ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്കും കൂടി വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നതാ. ഇതിലധികം ഹൈറ്റ് പോലും ഇല്ല, കൊച്ചു പിള്ളേർക്ക് കയറാവുന്നതാ. നീയൊക്കെ കയറുമ്പോ തന്നെ കാല് നിലത്ത് മുട്ടുമല്ലോ, പിന്നെ എങ്ങനെ കളിക്കാനാണ്? അച്ചമ്മക്ക് കുശുമ്പ, അച്ചമ്മക്ക് കുശുമ്പ. കുശുമ്പോ അതെന്നതിനടി നീതുമോളെ? എനിക്കെന്തിനടി കുശുമ്പ്? അത് പിന്നെ ഞങ്ങളൊക്കെ സ്ലൈഡിൽ കയറി കളിക്കുന്നതിന്റെ കുശുമ്പ്. അത് കൊള്ളാം, ഈ സ്ലൈഡിൽ കയറാനായിട്ട് ഞാനെന്തിനാ കുശുമ്പ് കാണിക്കണേ? എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ കയറാം ഇതില്. പിന്നെ അച്ചമ്മക്ക് കയറാനൊന്നും പറ്റില്ല, കയറി ഉറപ്പായിട്ട് തലയും കുത്തി വീഴും. നല്ല വെയിറ്റ് ഉണ്ട്. ആര് പറഞ്ഞു നല്ല വെയിറ്റ് ഉണ്ടെന്ന്? ഒന്നാമത് എനിക്ക് ക്ഷീണ, ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. എന്റെ വെയിറ്റ് ഒക്കെ കുറഞ്ഞോണ്ട് വരിക. എനിക്ക് വയ്യ. നിങ്ങളെയൊക്കെ ചെറുപ്പാ ഞാൻ. വേണമെങ്കിൽ ഞാൻ കയറി കാണിച്ചു തരട്ടെ? വേണ്ടാത്ത പണിക്ക് നിക്കണ്ട അച്ചാമ്മേ. വയസ്സായിരുന്നു. ആർക്ക് വയസ്സായി? എന്നാ പിന്നെ അതൊന്ന് കാണുമല്ലോ. ഞാൻ ഇതിലൊന്ന് കയറി നോക്കട്ടെ. ഓഹ് എന്തൊരു ചെറിയ സ്റ്റെപ്പ്, എങ്ങനെ ഇതിലൊന്ന് കയറണേ? അച്ഛമ്മ വേണ്ട കളിക്കണ്ടാട്ടോ, ഒന്ന് മാറടി അങ്ങോട്ട്. ഞാനൊന്ന് കയറി നോക്കട്ടെ. ആഹാ, താഴേന്ന് കാണുന്ന പോലെ അല്ലല്ലോ, പൊക്കത്ത് നോക്കിയപ്പോ കൊള്ളാലോ. നല്ല രസമുണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഞാൻ ഇറങ്ങിയിട്ട് നീയൊക്കെ കളിച്ചത് തന്നെ. നീ ഇവളൊക്കെ എന്റെ ലല്ലിമൊക്കെ കൊടുക്കൂലെന്നല്ലേ പറഞ്ഞത്? കുറെ നേരം ഇതിന്റെ പൊക്കത്ത് കയറി ഇരിക്കാം, ഇത് ഒടിക്കാം. ഇതെന്തായാലും ഇളകുന്നുണ്ട്. ഒന്നും ഇറങ്ങച്ചാമ്മ, അത് ഒടിക്കും. ഒടിയണമെങ്കിൽ ഒടിയട്ടെ, ഇത് എന്റെ മോൻ വാങ്ങിച്ചതാ. എന്റെ ദൈവമേ, ഇപ്പം ഇന്ന് മേടിച്ചോണ്ട് വന്നേ ഉള്ളൂ. മനുഷ്യനൊന്ന് കേറിയിട്ട് പോലുമില്ല. അച്ചാമ്മ ഇത് നശിപ്പിക്കും. ആഹാ എന്ത് രസാ. ഒരു ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഒടിയട്ടെ, ഈ സാധനം ഒടിയട്ടെ, ഇതിന്റെ കാലൊടിയട്ടെ, എന്നിട്ട് ഇവിടെമാർക്ക് കയറാൻ പറ്റാതെ വരട്ടെ. എന്റെ ലല്ലിമൊക്കെ കൊടുക്കൂലെന്ന് പറഞ്ഞത് ആർക്കും ഞാൻ കൊടുക്കൂല. അച്ഛമ്മ എന്താ പൊക്കത്തിരുന്ന് വർത്താനം ഒറ്റക്ക് പറയുന്നേ? നിനക്കൊക്കെ എന്താ? നീക്ക് പോയി കളിച്ചേ, ഞാൻ കുറച്ചേരം റെസ്റ്റ് ചെയ്യട്ടെ. നീതുമോൾ അച്ഛമ്മ ഇത് ഒടിക്കും, എന്താ ചെയ്യണ്ടേ? ആഹാ തള്ളിത്താഴെ ഇങ്ങോട്ട് വാ. ഇത് ഒടിച്ചട്ടെ ഞാൻ ഇന്ന് എണീക്കുള്ളടാ. അയ്യോ അയ്യോ, അച്ഛമ്മ മുഞ്ഞി കുത്തി വീഴുന്നു. അയ്യോ എന്താ മോളെ രച്ച കേട്ടെ?